നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഈ ഓണം ശരിക്കും പൊന്നോണമാകും തൂബാജ് ജ്വല്ലറിക്കൊപ്പം. തൂബാജ് ജ്വല്ലറിയിൽ ഓണം സ്വർണ്ണോത്സവം 2024 തുടക്കമായി. ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ 100 പവൻ സ്വർണം ബമ്പർ സമ്മാനം. ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ. 1 ഗ്രാം വീതം 1200 പേർക്ക്, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക്. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത്. വാർത്തകൾ വിശദമായി. താനൂർ ബോട്ടപകടത്തിൽ 11 പേർ മരണപ്പെട്ട പരപ്പനങ്ങാടി പുത്തൻകടപ്പുറത്തെ കുന്നുമ്മൽ കുടുംബത്തിന് സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ 2 വീടുകളും കൈമാറി. വീടുകളുടെ താക്കോൽദാനം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. 4 കുട്ടികളും ഭാര്യയും മരിച്ച സെയ്തലവയ്ക്കും 3 കുട്ടികളും ഭാര്യയും നഷ്ടപ്പെട്ട സിറാജിനുമാണ് വീട്. 2023 മെയ് 7-നായിരുന്നു നാടിനെ നടുക്കിയ താനൂർ പൂരപ്പുഴ ബോട്ടപകടം നടന്നത്. അപകടം നടന്ന് ദിവസങ്ങൾക്കകം തന്നെ ഈ കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിച്ചിരുന്നു. 2 വീടുകളും അടുത്തടുത്ത് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. വീട് നിർമ്മാണത്തിന് 30 ലക്ഷം രൂപയാണ് ചെലവായത്. പുത്തൻ കടപ്പുറം കെ കുട്ടി അഹമ്മദ് കുട്ടി നഗറിൽ നടന്ന താക്കോൽദാന ചടങ്ങിൽ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM എ സലാം അധ്യക്ഷത വഹിച്ചു. PK കുഞ്ഞാലിക്കുട്ടി MLA മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ MP അബ്ദുസമദ് സമദാനി MP, മുൻ മന്ത്രി PK അബ്ദുറബ്ബ്, KM ഷാജി, സിദ്ദീഖ് അലി രാങ്ങാട്ടൂർ, ബ്രീസ് ഹോൾഡിംഗ് ചെയർമാൻ റഷീദ് അലി ബാബു പുളിക്കൽ, സയ്യിദ് PSH തങ്ങൾ, അഡ്വക്കേറ്റ് ഹാരിസ്, ഉമ്മർ ഒട്ടുമ്മൽ, CH മഹമ്മൂദ് ഹാജി, അലി തെക്കേപ്പാട്ട്, താപ്പി അബ്ദുള്ളക്കുട്ടി ഹാജി, C അബ്ദുറഹ്മാൻ കുട്ടി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പരപ്പനങ്ങാടി.